നമ്മൾ ഇന്ന് പൊന്മുടിയിലോട്ടാണ് പോകുന്നത്. ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു 60 കിലോമീറ്റർ വരും. ഇത് എൻ്റെ വൈഫ് പ്രിയ, ഇത് നമ്മുടെ പ്രിൻസസ് സിമ്മു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. അപ്പോൾ പേഴ്സ്, ചാവി, പ്രിയ, ഇമ്മു എല്ലാവരും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. തിരുവനന്തപുരം ജില്ലയിൽ നിന്നും 60 കിലോമീറ്റർ ഉള്ളിലാണ് പൊന്മുടി സ്ഥിതി ചെയ്യുന്നത്. പല വഴികളിൽ ഇവിടെ എത്തിച്ചേരാമെങ്കിലും നെടുമങ്ങാട് വിതുര വഴിയാണ് കൂടുതൽ പേരും ആശ്രയിക്കുന്നത്. അതെന്തുവാ? പല്ലാണോ? ഇമ്മ എങ്ങോട്ട് പോകുന്നു? ഹായ് പറ, ഹായ് പറ. ഇമ്മ ഹായ് പറഞ്ഞേ. ഹായ് കാണിക്കോ? പെട്രോൾ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പൊന്മുടിയിലോട്ട് പോകാം. ഇമ്മുവിനെ നമ്മൾ പ്രിയയുടെ വീട്ടിലാക്കിയതിന് ശേഷമാണ് പൊന്മുടിയിലേക്ക് പോയത്. കാരണം അവിടുത്തെ ക്ലൈമറ്റ്, പനിയെന്ന് എഴുതി കാണിച്ചാലും പനി വരുന്ന ഇമ്മുവിന് സഹിക്കണമെന്നില്ല. കൂവയിലയിൽ വിളമ്പുന്ന ഊണും കഞ്ഞിവെള്ളവുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഉച്ചയ്ക്ക് 12:30 തുടങ്ങിയാൽ 3 മണി വരെയാണ് ഇവിടെ ഊണ് ലഭിക്കുന്നത്. ഊണിന് 70 രൂപയും ചിക്കൻ തോരന് 100 രൂപയാണ് ഇവിടെ വില വരുന്നത്. ഇവിടുത്തെ ഒരു ആംബിയൻസ് വെച്ച് അത് വലിയൊരു വിലയായിട്ട് തോന്നുന്നില്ല. കാരണം നമുക്ക് പുറത്ത് വേറൊരു ഹോട്ടലുകളിലും നമുക്ക് കൂവയിലയിൽ ഊണ് ലഭിക്കുമെന്ന് തോന്നുന്നില്ല.
ഊണെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒരു 4 മണിക്ക് മുമ്പായിട്ട് പൊന്മുടിയിലോട്ട് കയറണം. ശേഷം പൊന്മുടിയിലേക്ക് യാത്രയിരിക്കാനായിട്ട് ഇതിനടുത്ത് തന്നെയാണ് പേപ്പാറ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വരുന്നവർക്കാണെങ്കിൽ അവിടെ നിന്ന് നോക്കിയാവുന്നതാണ്. ടൈം ആയതുകൊണ്ട് തന്നെ പൊന്മുടിയിലോട്ട് വരുന്നവർ മാക്സിമം 2 വീലറിൽ വരാൻ ശ്രമിക്കുക. കാരണം 2 വശത്തെയും കാഴ്ചകൾ കണ്ടുപോകാൻ ഏറ്റവും നല്ലത് 2 വീലർ തന്നെയാണ്. പൊന്മുടിക്ക് മുകളിലുള്ള ചെക്ക് പോസ്റ്റിലേക്ക് എത്തിപ്പെട്ടു. അതിനുശേഷം അവിടെ നിന്ന് നമ്മൾ ടോക്കൺ എടുക്കേണ്ടതുണ്ട്. ആളൊന്നിന് 40 രൂപയും 2 വീലറിന് 20 രൂപയാണ് അവിടെ ചാർജ് ചെയ്യുന്നത്. ടോക്കൺ എടുത്തതിന് ശേഷം പ്രത്യേകം സൂക്ഷിക്കുക. കാരണം ഇതിന് മുകളിൽ ഒരു ചെക്ക് പോസ്റ്റ് കൂടിയുണ്ട്. അവിടെ നിങ്ങൾ ഈ ടോക്കൺ കാണിക്കേണ്ടി വരും. ടോക്കൺ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ക്യാഷ് അടച്ച് ടോക്കൺ എടുക്കേണ്ടി വരും. രണ്ടാമത്തെ ചെക്ക് പോസ്റ്റിൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൊന്മുടിയിലേക്ക് എൻ്റർ ആവും. അതിനുശേഷം ടോട്ടൽ 22 ഹെയർ പിന്നുകൾ കയറി വേണം നമുക്ക് പൊന്മുടിയിലേക്ക് എത്തിപ്പെടാൻ. 2 ഹെയർ പിന്നുകൾ കയറുമ്പോൾ തന്നെ നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നത് അറിയാൻ പറ്റും. ചെറിയൊരു മഴയും കോടയും വരുന്നത് നമുക്ക് കാണാൻ പറ്റും. തുടർച്ചയായി മഴയുണ്ടെങ്കിൽ നമ്മളെ മുകളിലേക്ക് കടത്തിവിടില്ല. കാരണം മണ്ണിടിച്ചിലുണ്ടാകാൻ വളരെ സാധ്യത കൂടിയ സ്ഥലമാണ് പൊന്മുടി. വയനാട് ദുരന്തത്തിന് ശേഷം ഇത് കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട്. പോകുന്നവർ മാക്സിമം 3 മണിക്ക് ശേഷം കയറാൻ ശ്രമിക്കുക. കാരണം 3 മണിക്ക് ശേഷമായിരിക്കും ഈ കോടയും നമ്മുടെ ഈ ക്ലൈമറ്റ് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയം. മുകളിൽ KTDCയുടെ തന്നെ വാഷ്റൂംസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാഷ്റൂം യൂസ് ചെയ്യാവുന്നതാണ്. മുകളിൽ തന്നെ ഒരു ടീ കൗണ്ടറും KTDCയുടെ വക ഉണ്ട്. പോകുന്നവർ മാക്സിമം ശ്രദ്ധിക്കുക. 5 മണി വരെ ഇവിടെ ടീ കൗണ്ടർ ഉണ്ടാവുള്ളൂ. അതിനുശേഷം നമുക്ക് താഴത്തെ ഏതെങ്കിലും കടയിൽ ആശ്രയിക്കേണ്ടി വരും. KSRTCയുടെ നോർമൽ സർവീസും നെയ്യാറ്റിൻകര ഡിപ്പോ നടത്തുന്ന ഉല്ലാസയാത്രാ സർവീസും പൊന്മുടിയിലേക്കുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കാവുന്നതാണ്.
സമുദ്രനിരപ്പിൽ നിന്ന് 1100 മീറ്റർ ഉയരമായതിനാൽ എല്ലാ സമയവും തണുപ്പും മൂടൽമഞ്ഞും അനുഭവപ്പെടുന്ന ഒരു കാലാവസ്ഥയാണ് പൊന്മുടിയിലേത്. രണ്ട് കുന്നുകൾ നമുക്ക് കാണാൻ പറ്റും. ഒന്നിൽ പഴയ ഒബ്സർവേറ്ററിയും വേറൊന്നിൽ പുതിയ ഒബ്സർവേറ്ററിയാണ്. നമുക്ക് അതിന് മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പൊന്മുടിയുടെ മാക്സിമം വ്യൂ അവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. ആറര വരെ അവിടെ നിന്നതിന് ശേഷം തിരികെ നമ്മൾ താഴോട്ട് ഇറങ്ങി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യും.